റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ സ്വീകരിച്ച മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ ഏറെ പ്രഭചൊരിഞ്ഞ മുത്തഖീങ്ങളായ സുലഹാക്കളായ സ്വാദിഖീങ്ങൾക്ക് സാദാത്തായ 6 മഹാന്മാരുടെ തുടർച്ചയിലെ അവസാനത്തെ കണ്ണിയായ ശൈഖ് ഇബ്രാഹിം സാദിഖ് ഹുസൈനി തങ്ങളുടെ കയ്യിലാണ് ഞാൻ കൈവച്ചത്. അപ്പോൾ ശറഫാക്കപ്പെട്ട 6 കൈകളാണ് എനിക്ക് അപ്പുറത്തുള്ളത്. ആരെ കയ്യിലേക്ക്? പുണ്യ റസൂൽ 7ാമത്തെ കൈ മുസ്തഫ നബിയുടേതാണ്. അതാണ് അഖറബു തുറുഖ് ഇലല്ലാഹ് എന്ന് പറഞ്ഞത്. നിർബന്ധ കാര്യത്തിൽ മാത്രമല്ല മുസ്തഫ നബി ബൈഅത്ത് സ്വീകരിച്ചത്, പിന്നെയോ ബൈഅത്ത് പലതിനും സുന്നത്തായ കാര്യത്തിന് വരെ, ചെറിയ കാര്യത്തിന് വരെ റസൂലുള്ളാഹ് ബൈഅത്ത് സ്വീകരിച്ചതായി കാണാം. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. സ്വഹാബത്ത് ബൈഅത്ത് സ്വീകരിച്ചൊക്കെ ഞാൻ ഉദാഹരണം പിന്നീട് പറയും. ബൈഅത്തിന്റെ ഒരു ബാബ് തുറക്കണിയാണ്. ബൈഅത്ത് ഇതെന്ത് ബൈഅത്ത് നിങ്ങൾ പറയരുത്. നിങ്ങൾ ബൈഅത്തിനെ നിരാകരിക്കുമ്പോൾ ഖുർആന്റെ ഒരു ഭാഗം നിങ്ങൾ നിരാകരിക്കുകയാണ്. എന്ത് ബൈഅത്ത്? എന്താ പുതിയൊരു ബൈഅത്ത് ഇറങ്ങിയിട്ടുണ്ട് അത്രേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തള്ളുന്നത് എന്തിനാണ്? ഖുർആനാണ്. ദീന് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടച്ചരക്കായ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദീൻ ഒരു കച്ചവടച്ചരക്കാണ് ഇപ്പോൾ. അങ്ങനത്തെ ഒരു സമാനിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടരുത്. അതൊന്നും ഞാൻ വെറുതെ പറയല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബലിനോട് പറയുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാ. എന്താ പറയാ? മുആദ്, അലാ ഉനബ്ബിഉക ബിശർരിൻ നാസ്, ഈ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ആളെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഞാൻ പറഞ്ഞു നബിയെ, ഈ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ, ഏറ്റവും കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ശർറുൻ നാസ്, അലാ ഉനബ്ബിഉക ബിശർരിൻ നാസ്, ജനതയിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു നബി. فقال من أكل وحده ومن عرفته وسافر وحده وضرب عبده. ഒന്ന്, മൻ അകല വഹ്ദഹു, അവന് കിട്ടിയത് ഒറ്റക്കന്നെ തിന്നു. വമൻ അരിഫതഹു, അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആർക്കും കൊടുക്കൂല. വസാഫർ വഹ്ദഹു, അവൻ ഒറ്റക്കൊരു വഴിക്ക് പോകുള്ളൂ. കാരണം മറ്റവൻ്റെ വസ്തുവിനെയും കൂടി കൊടുക്കേണ്ടി എന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഒറ്റക്ക് പോകൽ തെറ്റാണെന്നല്ല, അതിലൊരു നിയ്യത്തുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനും ഇജും കൂടി ഇന്ന് അരിയെക്കോട്ടുന്ന് ബസ് സ്റ്റോപ്പിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ എന്താ ഒരാൾ പറഞ്ഞു, അവസാന ക്ലാസ്സിന് പോകണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇതിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇജ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനും ക്ലാസ്സിന് തന്നെ പോകണത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങാണ്ട്, അതുകൊണ്ട് ചോദിക്കും. അപ്പോൾ ബസ് വന്നു കൂളിമാട്ടിലേക്കുള്ള. ഇജ് കയറിയില്ല, ഇജ് കയറി, ഞാൻ കയറിയില്ല. എന്തുകൊണ്ട്? എനിക്ക് ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങാണ്ട് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? അവിടെ ചിന്തയാണ്. അതാണ് വസാഫറ വഹ്ദഹു, അവൻ ഒറ്റക്ക് യാത്ര ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവനാണ് അവൻ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അതെ, അവൻ്റെ ബസ് കൂളിമാട്ടുകളെ ബസ്സിൽ ആദ്യം കണ്ടക്ടറിൻ്റെ അടുത്ത് വന്നാൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വന്നാൽ മറ്റവൻ്റെ പൈസയും കൂടി പോയല്ലോ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പേടിച്ചിട്ടാണ്. അതാണ് വസാഫറ വഹ്ദഹു. കുതിരപ്പുറത്ത് യാത്രയാണെങ്കിൽ മറ്റവന്റെ കുതിരക്ക് കാലിന് എന്തെങ്കിലും പറ്റിയാലും ഓവർലോഡ് ഇരുത്തേണ്ടി വന്നാലോ, അങ്ങനെ ഓവർലോഡ് ഇരുത്തിയാൽ ഇന്ന് രാത്രി ഞാൻ കൊടുക്കുന്ന പുല്ല് സാധാരണത്തെക്കാൾ ഒട്ടകം തിന്നാലോ, അപ്പോൾ എനിക്ക് നാളെ പുല്ലിന് വേണ്ടി കൂടുതൽ പൈസ ചെലവായാലോ, ഈ ലോകങ്ങളിലാണ് ജീവിതം. അതാണ് വസാഫറ വഹ്ദഹു എന്ന് പറഞ്ഞത്. പിന്നെയോ വളറബ അബ്ദഹു, അവന്റെ കീഴൊതുങ്ങിയവരൊക്കെ അവൻ അടിക്കും, ഉപദ്രവിക്കും. എത്രയോ ആളുകൾ പറയാറുണ്ട്, മേലുദ്യോഗസ്ഥന്റെ ശകാരം കൊണ്ടും ശല്യം കൊണ്ടും ജോലി ചെയ്യാൻ കഴിയില്ല, ആ ജോലിക്ക് പോകാൻ മനസ്സില്ല, പക്ഷെ കുടുംബം പട്ടിണിയാവും എന്ന് വിചാരിച്ചിട്ടാണ്. അവൻ ഈ ലറബ അബ്ദഹുവിന്റെ പരിധിയിൽ വരും. ലോകാക്കട്ടെ, മനസ്സിലാണ്ട്? തനിക്ക് കീഴോ നിങ്ങളൊക്കെ ഉപദ്രവിക്കുക, തന്റെ തൊഴിലാളിയെ ഉപദ്രവിക്കുക, തന്നോട് വന്ന് ആരൊക്കെ തനിക്ക് ഒതുങ്ങിയവരാണോ ഒരൊക്കെ ഉപദ്രവിക്കുന്നത്. ലറബ അബ്ദഹു, മനസ്സിലായോ? ഒരു അനിവാര്യമായ ഘട്ടത്തിൽ മാനേജർ തൊഴിലാളിയെ മര്യാദ പഠിപ്പിച്ചു, അത് തെറ്റല്ല, പക്ഷെ ശകാരം തന്നെയാണ് ജീവിതം. മനസ്സിലാവുന്ന പറഞ്ഞ അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു? ഉസ്താദ് നമ്മളെ മര്യാദ പഠിപ്പിച്ചു, മാനേജർ മര്യാദ പഠിപ്പിച്ചു,
എന്താ പറയാ മാനേജിങ് ഡയറക്ടർ MD നമ്മളെ അതൊന്നും തെറ്റല്ല. അത് ചില അയാളുടെ സുഗമമായ തൊഴിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. പക്ഷെ തനിക്ക് കീഴുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കാം. പിന്നെ എന്നിട്ട് ഇത് നാലുള്ളവൻ എന്തൊക്കെ? മൻ അകല വഹ്ദഹു വമന അരിഫ്ദഹു വസാഫറ വഹ്ദഹു വളറബ അബ്ദഹു. ഇതാണ് ഏറ്റവും മോശപ്പെട്ടവൻ. അലാ ഉനബ്ബിയുക ബിശരി മിൻ ഹാദാ. ഇവനേക്കാൾ മോശപ്പെട്ടവൻ ആരാന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ് ഫഖാല മാ യബ്ഗളു الناس വയബ്ഗളുനഹു. അവന് ജനങ്ങളെയും വെറുപ്പാണ്, ജനങ്ങൾക്ക് അവനെയും വെറുപ്പാണ്. അവനാ നാട്ടില് ആ കരയിലുള്ള ആളുകളെ പറ്റി ഈ നാട്ടിൽ ഒറ്റൊന്നും നല്ലില്ല എന്നോ പറയും. ജനങ്ങളും എന്തു പറയും? ഈ നാട്ടിൽ ഒരു മോശപ്പെട്ടവനെ ഉള്ളത് ഓനാണെന്ന് പറയും. അപ്പൊ മനസ്സിലായില്ലേ? രണ്ടിനും കാരണം ഒന്നാണ്, ഓന്റെ ദുസ്വഭാവം. അങ്ങനത്തെ വ്യക്തി, ഈ വ്യക്തി ഇവനേക്കാൾ മോശമാണ്. അലാ ഉനബ്ബിഉക ബിശർരിൻ മിൻ ഹാദാ. ഈ 4 ദുർഗുണങ്ങളുള്ള ഇവനേക്കാൾ മോശപ്പെട്ടവനാണ് ആര്? അല്ലദീ യബ്ഗളു الناس വയബ്ഗളുനഹു. അവനെ ജനങ്ങളെയും വെറുപ്പാണ്, ജനങ്ങൾക്ക് അങ്ങനെ അവനെയും വെറുപ്പായി ഒരു ഏരിയയിൽ ജീവിക്കുന്ന വ്യക്തി. പിന്നെ ചോദിച്ചു അലാ ഉനബ്ബിഉക ബിശർരിൻ മിൻ ഹാദാ. ഇവനേക്കാൾ മോശപ്പെട്ടവൻ ആരാന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണേ. ഫഖാല, അപ്പോൾ ഹബീബ നബി പറഞ്ഞു മൻ യുഖ്ശാ ശർറുഹു വലാ യുർജാ ഖൈറുഹു. ഒരുത്തന്റെ ഷർറ് എപ്പോഴും ഭയപ്പെടപ്പെടും, അവന്റെ ഖൈറിനെ പ്രതീക്ഷിക്കപ്പെടുകയുമില്ല. അതായത് അവനിൽ നിന്ന് ഷർറ് ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം, ഖൈറിൽ പ്രതീക്ഷയില്ല അവന്. മൂന്നാമത്തെ മോശപ്പെട്ടവൻ. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവൻ 4 ദുർഗുണങ്ങളുള്ളവൻ. അതിനേക്കാൾ മോശപ്പെട്ടവൻ ആരാ? അതിനേക്കാൾ മോശപ്പെട്ടവൻ ആരാ? അതെ, ആളുകളെ അവൻ വെറുക്കുന്നു, ആളുകൾ അവനെ വെറുക്കുന്നു. അലാ ഉനബ്ബിയുക ബിശർരിൻ മിൻ ഹാദാ. ഇതിനേക്കാൾ മോശപ്പെട്ടവനോ? അതിനേക്കാൾ മോശപ്പെട്ടവൻ മൻ യുഖ്ശാ ശർറുഹു വലാ യുർജാ ഖൈറുഹു. അവന്റെ ഷെറിനെ എല്ലാവരും പേടിക്കും, അവന്റെ ഖൈറിനെ ആർക്കും പ്രതീക്ഷയില്ല. ആ വ്യക്തി മൂന്നാമത്തെ മോശപ്പെട്ടവൻ. അതായത് അടിക്കടിക്കുകയാണ്. 4 ദുർഗുണങ്ങളുള്ള ഏറ്റവും മോശപ്പെട്ടവൻ. ജനങ്ങളെ വെറുക്കുന്നവനും ജനങ്ങൾ അവനെ വെറുക്കുന്നവനും അതിനേക്കാൾ മോശപ്പെട്ടവൻ. പിന്നെ മൂന്നാമത്തെ അതിനേക്കാൾ മോശപ്പെട്ടവൻ ആരാ? അവന്റെ ഷെറിനെ എല്ലാവർക്കും പേടിയുണ്ട്. അപ്പൊ എന്താണ് എപ്പോഴാ ചെയ്യാൻ അറിയില്ല. അവന്റെ പക്ഷത്തിന് ഒരു കയ്യിലുണ്ടാവുന്ന പ്രതീക്ഷ ആർക്കും ഇല്ല. ആ വ്യക്തിയാണ് അടിക്കടി മൂന്നാമത്തെ അടിയിൽ. അലാ ഉനബ്ബിയുക ബിശർരിൻ മിൻ ഹാദാ. ഇവനേക്കാൾ മോശപ്പെട്ടവനെ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫഖാല ബലാ യാ ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്. ഫഖാല മൻ ബാഅ ആഖിറതഹു ബിദുനിയാ ഗൈരിഹി. വേറെ തന്റെ ദുനിയാവ് വാങ്ങി തന്റെ ആഖിറനെ വിറ്റു. അവൻ്റെ കയ്യിലുള്ള ദുനിയാവിനെ അങ്ങോട്ട് വാങ്ങി ഇവൻ്റെ ആഖിറത്തിനെ അങ്ങോട്ട് വിറ്റു. അവനാണത്. ഒരുപാട് വിശദീകരണങ്ങളിൽ ഞാൻ വിശദീകരിക്കുന്നു, പിന്നെ പറയാം. അതായത് സ്വന്തം ആഖിറത്തിനെ ആർക്ക് വിറ്റു? ദുനിയാവിന് വാങ്ങിയിട്ട് ആഖിറത്തിനാണ് വിറ്റു. അത് തന്നെ അവൻ തന്നെ. നാലാമത്തെ ആൾ അതിന് മുക്കത്ത്. അലാ ഉനബ്ബിഉക ബിശർരിൻ മിൻ ഹാദാ. ഇതിനേക്കാളും മോശപ്പെട്ടവൻ ആരാന്ന് എനിക്ക് പറഞ്ഞു തരട്ടെയോ? ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്. മൻ അകല ദുനിയാ ബിദ്ദീനി. ദീന് വിറ്റിട്ട് ദുന്യാവ് തിന്നുന്നവനാണ് അവൻ, പിന്നല്ല. അതാണ് ഈ കാലം. നമ്മളെ കാക്കട്ടെ. ദീന് വിറ്റ് ജീവിക്കുക, അങ്ങനത്തെ ഒരു കാലത്താണ് ഇന്ന് മനുഷ്യരുള്ളത്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഹക്കായ ഒരു മാർഗത്തിൽ ഹക്കായ മഷ്റബിൽ നിന്ന് കാര്യം സ്വീകരിച്ചവരുടെ പിന്നാലെ കൂടൽ ഫർദൻ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അതൊരു പൊതുവായ നിർബന്ധമല്ല. പക്ഷെ നമുക്ക് നന്നാവണമെങ്കിൽ കാലഘട്ടം ദുഷിച്ചാൽ പിന്നെ ഏകാന്തവാസമാണ് നല്ലത്. നന്നാ കൂട്ടത്തിൽ കൂടണ്ടെന്നാണോ? പൊതു സമൂഹത്തിന്റെ കൂട്ടത്തിന് ഒഴിവാക്കുക, കൂട്ടത്തിൽ കൂടേണ്ടവരുടെ കൂടെ കൂടുക. അതാരുടെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. തിജാനിയത്തിൽ 3 ദിക്റുകൾ. അതിൻ്റെ മനസ്സിലായില്ലേ? 1 അൽ-ഇസ്തിഗ്ഫാർ, 2 സ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ, പിന്നെ മുത്ത് നബിയുടെ മേലുള്ള സ്വലാത്ത്, പിന്നെന്താ? തഹ്ലീൽ. എന്താ ഹബീബ? വൽ കലിമത്തുൽ മുശറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹിയ അൽ കലിമത്തു ലത്തി ലാ തത്റുകു ദംബൻ വലാ യസ്ബിഖുഹാ അമലുൻ. എന്താ തഹ്ലീൽ? മനസ്സിലായില്ല? എന്താ തഹ്ലീൽ? തഹ്ലീൽ എന്നാൽ ലാ തത്റുകു ദംബൻ, അതൊരു ദോഷത്തെയും ഉപേക്ഷിക്കുകയില്ല, ഉറപ്പിക്കാതെ.
വലാ യസ്ബിഖുഹാ അമലുൻ വലാ യസ്ബിഖുഹാ അമലുൻ, ഒരു അമലും അതിന് മുൻകടക്കുകയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേലെ ഇനി ഒരു അമൽ മുൻകടക്കൂല. 3 കാര്യമാണ് ഇസ്തിജാനിയത്തിന്റെ ഔറാദിലുള്ളത്. വിർദാണെങ്കിൽ വളീഫാണെങ്കിൽ അതിലെ 3 കാര്യം. ഒന്ന് ഇസ്തിഗ്ഫാർ, 2 സ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ, 3-മത്തേതോ അത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേതാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ തത്റുകു ദംബൻ വലാ യസ്ബിഖുഹാ അമലുൻ, അതൊരു ദോഷത്തെയും ബാക്കിയാക്കുകയുമില്ല, അതിനേക്കാൾ ഒരു അമലും മുൻകടക്കുകയുമില്ല. 100 നിങ്ങൾക്ക് എവിടുന്നേ കിട്ടിയത്? അത് മുത്തുനബി പറഞ്ഞു. ഉമ്മുഹാനി ബീബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ് ഉമ്മുഹാനി ബീബി റളിയല്ലാഹു അൻഹ. അവരോട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹല്ലിലി മിഅത തഹ്ലീല, 100 തഹ്ലീൽ ചൊല്ലിക്കോ. ഫഇന്നഹാ, ആ 100 തഹ്ലീൽ ലാ തദ്റു ദംബൻ, അതൊരു ദോഷവും ബാക്കിയാക്കുകയില്ല. വലാ യസ്ബിഖുഹാ അമലുൻ, അതിനൊരു അമലും മുൻകടക്കുകയും ഇല്ല. ആരോട്? ആര് പറഞ്ഞു? ഹല്ലിലി മിഅത തഹ്ലീല, നീ എത്ര തഹ്ലീലല്ലേ? 100 ഒരു ഇരുത്തത്തിൽ എന്നർത്ഥം വെക്കാം, ഒരു പ്രഭാതത്തിൽ അർത്ഥം വെക്കാം, ഒരു പ്രദോഷത്തിൽ. തിജാനി രാവിലെ 100 എല്ലും, വൈകുന്നേരം 100 എല്ലും, രാത്രിയായാൽ 100 എല്ലും. അപ്പൊ ചുരുങ്ങിയത് തെഹ്ലീൽ മാത്രം എത്ര വരും? 300 വരും. തെഹ്ലീൽ നിർബന്ധാണ്. അത് വെള്ളിയാഴ്ചയായാലോ 1000കണക്കിന് വരും. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച അസറിന്റെ ശേഷം അൽ കലിമത്ത് ത്വയ്യിബത്തിനെ ഇഖ്തിസാർ ചെയ്യുക, ഒരു മജ്ലിസിൽ ഇരുന്ന് ഇഖ്തിസാർ ചെയ്യുക എന്നത് തിജാനിക്ക് നിർബന്ധാണ്. 1 മണിക്കൂർ നേരെയെങ്കിലും തെഹ്ലീൽ. ഏതാണ് ആ സമയം? ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച നേരമാണ്. അസറിന്റെ ശേഷം മഗ്രിബിന് മുമ്പ്. ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആദ്യത്തെ ബശർ ആരാണ്? സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അവരുടെ നേരമാണ് അസറിന്റെ ശേഷം, അവരുടെ ദിവസമാണ് വെള്ളിയാഴ്ച. ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ തെഹ്ലീൽ തന്നെയാണ്. ചിന്തിക്കുക. അപ്പൊ ഈ ഒരു അമൽ, ഈ രീതി, ഇപ്പൊ അവിടെ ഇതൊന്നും ഞാൻ എൻ്റെ വക പറയല്ല എന്ന് ഹബീബ റസൂല പറഞ്ഞു. അതിന്റെ മേലെ ഇനി ഒന്നുമില്ല എന്ന് ഹബീബ നബി പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഅത മറ ഫഹുവ ഖൈറുൽ ലകി മിമ്മാ അത്ബഖത അലൈഹി അസ്സമാഉ വൽ അർദു, ആകാശഭൂമി ഉള്ളടക്കിയ ഏതിനേക്കാളും ഖൈർ എന്താണ്? വേറെ വാക്ക് ഇങ്ങനെ, ഖൈറുൽ ലക മിഅതു തഹ്ലീല, 100 തഹ്ലീൽ ചൊല്ലാൻ കഴിഞ്ഞാൽ ആകാശഭൂമി ഉള്ളടങ്ങിയ ഏതൊരു നന്മയേക്കാളും നല്ലത് അതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. فلا يرفع يومئذ عمل أفضل مما يرفع ذلك, അതിനെ ഉയർത്തപ്പെട്ടതിനേക്കാൾ മെച്ചമായി വേറൊരു അമലും ആ ദിവസം ഉയർത്തപ്പെടുകയില്ല. ഒരു ദിവസം എത്ര ഇല്ലാൽ 100, ഒരു ഇരുത്തത്തിൽ 100, അങ്ങനെ അർത്ഥം വെക്കാം. ഒരു ദിവസം നബി പറഞ്ഞിട്ടില്ല. തിജാനി രാവിലെ സുബഹി നിസ്കരിച്ചാൽ വിർദുണ്ട്. എന്താ വിർദ്? 100 ഇസ്തിഗ്ഫാർ, പിന്നെ 100 സ്വലാത്ത്, പിന്നെ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വലാത്ത് ഏതും പറ്റും. സ്വലാത്തുൽ ഫാത്തിഹ അഫ്ളൽ, ഇത്രയേ ഉള്ളൂ. ചില ആളുകൾ പറയുന്നതായി ഒരാൾ എന്നോട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരോ പ്രചരിപ്പിക്കുന്നുണ്ട് തിജാനികൾ സ്വലാത്തുൽ ഫാത്തിഹ അല്ലാത്തൊരു സ്വലാത്തും ചൊല്ലൂല. അതൊക്കെ തെറ്റായ പ്രചാരണങ്ങളാണ്. തെറ്റായ പ്രചാരണങ്ങൾ പ്രചരിപ്പിച്ചാൽ, അതും ഒരു ഹക്കായ മാർഗത്തിനെതിരെ തെറ്റായ വാക്കുകൾ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ നിങ്ങൾ പിടികൂടപ്പെടും. അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഭയപ്പെടണം. അത് വളരെ ചിന്തിക്കണം. പറഞ്ഞിരുത്താം. ഇത് അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റെടുത്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് കൈ തന്ന ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. 1, അവർക്ക് കൈ കൊടുത്ത് ബൈഅത്ത് വാങ്ങിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി. 2, അവർക്ക് കൈ കൊടുത്തത് ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് അഹമ്മദ് അയ്യാഷ് സുഖൈർ റളിയല്ലാഹു അൻഹു. അവർക്ക് കൈ കൊടുത്ത 3, അവർക്ക് കൈ കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ലാവി. 4, അവർക്ക് കൈ കൊടുത്തത് ഷെയ്ഖ് അലി ഐസത്ത് മസീനി. 5, അവർക്ക് കൈ കൊടുത്തത് അൽ ഖുത്ബുൽ മക്തും അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി. അവർക്ക് കൊടുത്തത് ഖാത്തിമുൽ അംബിയാഇ സയ്യിദുൽ അനാമി സിറുൽ അസ്റാരി നൂറുൽ അൻവാരി.
ഖൈറു ഖൽഖില്ലയായ മക്തൂബ് ഇസ്മുഹു അലൽ അർശി വൽ കുർസി വൽ ലൗഹി വൽ ഖലമായ മുഹമ്മദ് മുസ്തഫ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച കൈ, അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വീകരിച്ച കൈ, ആറാമത്തെ കൈയാണ് എനിക്ക് കൈ തന്നത്. അത് എൻ്റെ ബൈഅത്ത് സ്വീകരിച്ചത്. അപ്പൊ അത് വളരെ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും അടുത്ത വഴിയാണ് തിജാനിയത്ത്. കാരണം മുസ്തഫ റസൂലുള്ളാഹി ഈ സാധുവായ ഫഖീറായ എനിക്ക് ഏഴാമത്തെ ആൾ ഹബീബ നബിയാണ്. എനിക്ക് കൈക്കുന്നത് ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീഫാണ്. അവർക്കൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖിയാണ്. ഇതൊക്കെ നിങ്ങൾ താരീഖ് പഠിച്ചോളി. അത് ലോകത്ത് സൂര്യ വെളിച്ചം പോലെ ഏത് സെക്കൻഡിലും അവരെ താരീഖ് കിട്ടാനുണ്ട്. നിങ്ങൾ പഠിച്ചോളി. നിങ്ങൾ ഏത് കാട്ടിലിരുന്ന ആളാ നിങ്ങൾ പേടിക്കണ്ട. ഇത് ലോകത്തിന്റെ മുന്നിൽ പ്രഭചൊരിഞ്ഞ ഓരോ സമാനിലെയും ബഹുമാനപ്പെട്ട ഉലമാകളിലെ അഗ്രേസരന്മാരായ ആലിമീങ്ങളുടെ പേരാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ താരീഖ് ഒരാൾക്കും മറച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പൊ എനിക്ക് കൈ തന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്രാഹിം സ്വാലിഹ് ഹുസൈനി തങ്ങൾ. അവർക്ക് കൈ കൊടുത്തത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി, അവർക്ക് കൈ കൊടുത്തത് ഷെയ്ഖ് അഹമ്മദ് അയ്യാഷ് സുഖൈർജ്, അവർക്ക് കൈ കൊടുത്തത് ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ലാവി, അവർക്ക് കൈ കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി ഐസ തമാസിനി, അവർക്ക് കൈ കൊടുത്തത് ഖുത്ബുൽ മക്തൂം അബുൽ അബ്ബാസ് അഹമ്മദ് തിജാനി, അവർക്ക് കൈ കൊടുത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈയിലേക്ക് എൻ്റെ കൈക്കിടയിൽ ഷറഫാക്കപ്പെട്ട 6 കൈയിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് അഖ്റബു തുറുഖ് ഇലല്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ കൈയുണ്ടോ എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അന്വേഷിക്കുകയും ചെയ്യാം. അങ്ങനെ കൈ റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുണ്ടോ? ആ ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട് ലോകത്ത്. എനിക്ക് കൈ തന്ന ആള് ഇന്നുണ്ട്, ഇപ്പോൾ ഈജിപ്തിലുണ്ട്. ഇപ്പോൾ ആ മനുഷ്യൻ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈജിപ്തിലുണ്ട്. ചിലപ്പോൾ നൈജീരിയയിലുണ്ടാവും, ചിലപ്പോൾ മൊറോക്കോയിലുണ്ടാവും, പലയിടത്തും ഉണ്ടാവും. ലോകത്തെ ഉലമാഇന്റെയും ലോകത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളുടെയും എല്ലാം മുസ്തശാറായ മഹാനാണ് അവര്. വലിയ കുബാരികളായ മഹാന്മാർ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമർ ഹഫീദിനെ പറ്റി ഒരു ചർച്ച ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്നിട്ടുണ്ട്. ഹബീബ് അലി ജിഫി ഒന്നും എനിക്കറിയില്ല. അവരൊക്കെ വളരെ ബഹുമാനിക്കുന്ന, അതായത് ബഹുമാനപ്പെട്ട മഹാനായ കന്തമൻ പി അബൂബക്കർ മുസ്ലിയാർ, അവര് നിമിഷപ്രിയ എന്ന പെണ്ണിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടത് ആ സൂഫിയോടാണെന്ന് ഒരു ചർച്ച ഇവിടെ നടത്തിയിരുന്നു. അങ്ങനെയുള്ള മഹത്തുക്കളായ ഉമർ ഹഫീളാണെങ്കിലും ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രി ആണെങ്കിലും ഇവരൊക്കെ ഏറെ ബഹുമാനിച്ച് ആദരിക്കുന്ന മഹാനാണ്. എനിക്ക് കൈ തന്ന ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ കൈയിന്റെ പകരക്കാരനായി ഇന്ത്യയിലെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി റഹ്മത്തുള്ളാഹി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ആ കൈ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കാം. അതും ചെയ്യാം. ഇയാൾ ജീവിച്ചിരിപ്പുണ്ട്. എന്നെ നിങ്ങൾ നോക്കേ വേണ്ട. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ സ്വീകരിച്ച മഹത്തുക്കളായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ ഏറെ പ്രഭചൊരിഞ്ഞ മുത്തഖീങ്ങളായ സുലഹാക്കളായ സ്വാദിഖീങ്ങൾക്ക് സാദാത്തായ 6 മഹാന്മാരുടെ തുടർച്ചയിലെ അവസാനത്തെ കണ്ണിയായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളുടെ കയ്യിലാണ് ഞാൻ കൈവച്ചത്. അപ്പോൾ ഷറഫാക്കപ്പെട്ട 6 കൈകളാണ് എനിക്ക് അപ്പുറത്തുള്ളത്. ആരെ കയ്യിലേക്ക്? പുണ്യ റസൂൽ 7ാമത്തെ കൈ മുസ്തഫ നബിയുടേതാണ്. അതാണ് അഖ്റബു തുറുഖ് ഇലല്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ വേറെ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അവസാനം അവരെ കയ്യിൽ നിന്ന് വാങ്ങി ആ കൈയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അന്വേഷിക്കുകയും ചെയ്യാം. ഇപ്പൊ അന്വേഷിക്കാം. റഹ്മത്തുള്ളാഹിക്ക് അങ്ങനത്തെ കൈ കൊടുത്തിട്ടുണ്ടോ ഷെയ്ഖ് ഷരീഫ് തങ്ങൾ? അന്വേഷിക്കാം. അവരുടെ നമ്പർ കിട്ടാനുണ്ട്, അവരുടെ സൈറ്റ് ലഭ്യമാണ്. അവർക്ക് അവരുടെ ഓഫീസ് സെക്രട്ടറിമാരുണ്ട്. ആ സെക്രട്ടറിമാരോട് ചോദിക്കാം. 24-48 മണിക്കൂറിനൊരു ഉത്തരം എന്തായാലും കിട്ടും. ഞങ്ങൾക്ക് അന്വേഷിക്കാം. ആ കയ്യെ പക്ഷേ ഷെയ്ഖ് തങ്ങൾക്ക് പിൻവലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ചോദിക്കാം. വ്യക്തമാണ് കാര്യം. നീ എന്നോട് തന്നെ നിങ്ങൾ വയത്തിയെന്നുള്ള വാദവും അവരിൽ നിന്ന് സ്വീകരിച്ച മുഖദ്ദമുകൾ വേറെയും കേരളത്തിലുണ്ട്. ആരെ കയ്യിലും ഞാൻ പറയുന്നത് ദുനിയാവിന്റെ പളപ്പളപ്പ് കണ്ടിട്ട് ഹക്കായ മാർഗത്തെ നിസ്സാരവൽക്കരിക്കണ്ട. ഈ മാർഗം എന്ന് പറഞ്ഞാൽ എന്തുമാണ്? സുലഹാക്കളുടെ മാർഗമാണ്. ശരീഅത്ത് അല്ലാത്തൊന്നുമില്ല.
ഖുർആനും സുന്നത്തും അല്ലാതെ ഒന്നും ഇതിലില്ല. നിർബന്ധ കാര്യത്തിൽ മാത്രമല്ല മുസ്തഫ നബി ബൈഅത്ത് സ്വീകരിച്ചത്, പിന്നെയോ ബൈഅത്ത് പലതിനും സുന്നത്തായ കാര്യത്തിന് വരെ, ചെറിയ കാര്യത്തിന് വരെ റസൂലുള്ളാഹി ബൈഅത്ത് സ്വീകരിച്ചതായി കാണാം. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. സ്വഹാബത്ത് ബൈഅത്ത് സ്വീകരിച്ചൊക്കെ ഞാൻ ഉദാഹരണം പിന്നീട് പറയും. ബൈഅത്തിന്റെ ഒരു ബാബ് തുറക്കണ ഞാൻ. ബൈഅത്ത് ഇതെന്ത് ബൈഅത്ത് നിങ്ങൾ പറയരുത്. നിങ്ങൾ ബൈഅത്തിനെ നിരാകരിക്കുമ്പോൾ ഖുർആന്റെ ഒരു ഭാഗം നിങ്ങൾ നിരാകരിക്കണം. എന്ത് ബൈഅത്ത്, എന്താ പുതിയൊരു ബൈഅത്ത് ഇറങ്ങിയിട്ടുണ്ട് അത്രേ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തള്ളുന്നത് എന്തിനാണ്? ഖുർആനെയാണ്. അങ്ങനെ പറയാൻ പാടില്ല. ബൈഅത്ത് ദീനിലുള്ളതാണ്. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിറിനെ പോലെയുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഹദീസ്? കുന്നാ ഇന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഅതൻ ഔ സമാനിയതൻ ഔ തസ്അതൻ, ഞങ്ങൾ നബിയുടെ അടുക്കൽ 7 അല്ലെങ്കിൽ 8, 9 ആളുകൾ ഇരിക്കുകയായിരുന്നു. കുന്നാ ഇന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയാണ്. സബഅതൻ, എന്റെ ഓർമ്മ 7 ഔ സമാനിയ അല്ലെങ്കിൽ 8 ഔ തസ്അ, അല്ലെങ്കിൽ ഞങ്ങൾ 9 ആളുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ ഹബീബായ നബി ഞങ്ങളോട് ചോദിച്ചു, അലാ തുബൈഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്കൊരു ബൈഅത്ത് ചെയ്തൂടെ? അലാ തുബൈഊന റസൂലല്ലാഹ്, നിങ്ങൾക്ക് നബിയായ എന്നോട് ബൈഅത്ത് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ഫബസത്നാ ഐദീന, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതോടുകൂടെ ഞങ്ങൾ കൈ നീട്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക്. മനസ്സിലായില്ലേ? ഇബ്നു അസാക്കിർ തങ്ങളെ പോലെയുള്ള മഹാന്മാരെ ഹദീസ് തങ്ങളൊക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾ 7, 8, 9 ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ഇരിക്കുക. അപ്പോൾ ഹബീബായ നബി ഞങ്ങളോട് പറഞ്ഞു, എന്ത്? അലാ തുബൈഊന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണല്ലോ ഞാൻ, ഞങ്ങൾക്കൊരു ബൈഅത്ത് ചെയ്തൂടെ? ഫബസത്നാ ഐദിയനാ, പറയുന്നതോടുകൂടെ ഞങ്ങൾ ഞങ്ങളെ കൈകൾ ആരിലേക്ക് നീട്ടി? ഹബീബായ നബിയിലേക്ക് നീട്ടി. ഫഖാല ഖായിലുൻ, അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ഏതോ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നാ ഖദ് ബൈഅനാക, ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഫഅലാമത് നുബൈഉക, പിന്നെ ഇപ്പൊ എന്തിനാ പുതിയൊരു ബൈഅത്ത് ചെയ്യുന്നത്? ഞങ്ങൾ മുസ്ലിമായി ജീവിച്ചോളാം എന്നൊരു ബൈഅത്ത്, ഞങ്ങൾ ഷഹാദത്ത് കലിമന്റെ ബൈഅത്ത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ നബി, ഇനിയിപ്പോ പുതിയൊരു ബൈഅത്ത് എന്തിനാ? കൈ നീട്ടി. നബി പറഞ്ഞ വേഗം എന്താവണം? സംശയമല്ല, നബി പറഞ്ഞ കൈ നീട്ടണം. എന്നാലും ഒരു ആള് ചോദിച്ചു, ഈ ബൈഅത്ത് എന്തിനാണ് നബിയെ? കാരണം ഞങ്ങൾ ആരാണ്? ബൈഅത്ത് ചെയ്തവരാണ്. നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോൾ ഞങ്ങൾ എന്തിനാണ് അങ്ങയോട് ബൈഅത്ത് ചെയ്യേണ്ടത് നബിയെ? അപ്പോൾ ഹബീബ് പറഞ്ഞു, അൻ തഅബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. ഒന്ന്, ആദ്യം നിർബന്ധം കൊണ്ട് തുടങ്ങുക, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹു അല്ലാത്ത ഒരാളിലും നിങ്ങൾ അള്ളാഹുവിൽ പങ്കുവെക്കാൻ പാടില്ല. 5 വക്തും നിങ്ങൾ നിസ്കരിക്കണം, ഇതൊക്കെ ഇപ്പൊ നിർബന്ധം. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഒരു കൽപ്പന വന്നാൽ കേൾക്കും വേണം, അനുസരിക്കും വേണം, ഒക്കെ നിർബന്ധമാണ്. ഒരു വാക്ക് നബി മെല്ലെ പറഞ്ഞു. അതായത് 3 കാര്യം പറഞ്ഞിട്ട് മെല്ലെ ഒരു വാക്ക് പറഞ്ഞു. പുതിയ ബൈഅത്ത് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അതായത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അത് ബൈഅത്ത് ചെയ്തതാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ആരാധിക്കാൻ അതിന് ബൈഅത്തുള്ളതാണ്. 2, 5 നിസ്കരിക്കണം, അത് ബൈഅത്തുള്ളതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞാൽ അനുസരിക്കണം, അത് ബൈഅത്തുള്ള തന്നെയാണ്. അപ്പൊ ഈ പുതിയ എന്താ? അപ്പോൾ റസൂലുള്ളാഹി മെല്ലെ പറഞ്ഞു, ഈ ബൈഅത്തിന്റെ ലക്ഷ്യം അക്കൂട്ടത്തിൽ കൂട്ടുന്നേ ഉള്ളൂ. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. വലാ തസ്അലുന്നാസ ശൈഅൻ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്, ആരോട് മാത്രം? അല്ലാഹ്. ഇതാണ് പുതിയ ബൈഅത്ത്. ഇതിപ്പോ നിർബന്ധ കാര്യമല്ല, പക്ഷെ നബി ഇവിടെ നിർബന്ധാക്കി. നിർബന്ധമല്ലാത്തൊരു കാര്യം ഇവിടെ എന്താക്കി? നിർബന്ധാക്കി. വലാ തസ്അലുന്നാസ ശൈഅൻ, ഈ ബൈഅത്തിന്റെ മർമ്മം ഇതാ. മറ്റൊക്കെ നേരത്തെ ബൈഅത്തുള്ളതാണ്. വലാ തസ്അലുന്നാസ ശൈഅൻ, നിങ്ങൾ ഒന്നും ഒരാളോടും ചോദിക്കാൻ പാടില്ല. ഫഅസറ കലിമതൻ, ഇത് നബി മെല്ലെ പറഞ്ഞു, ഒന്ന് വേറിട്ട് പറഞ്ഞു. അതായത് ആദ്യത്തെ ബൈഅത്തിന്റെയും ഈ ബൈഅത്തിന്റെയും ഇടയിൽ ചെറിയൊരു വ്യത്യാസപ്പെടുത്തി. അവസാനത്തെ വാക്ക് നബി ഒന്ന് വേറിട്ട് പറഞ്ഞു. എന്ത്? അല്ലാ തസ്അലുന്നാസ ശൈഅൻ, ഒന്നും ആരോടും ചോദിക്കരുത്. എന്നിട്ട് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് നബിയുടെ കയ്യിൽ വെച്ച് ഉടമ്പടി ചെയ്തു.
ആദ്യത്തെ ഓക്കെ, നേരത്തെ തന്നെ ഞങ്ങൾ സമ്മതിച്ചത്. ഇപ്പൊ ഇതും സമ്മതിച്ചു. എന്ത് ഇതിപ്പോ നിർബന്ധ കാര്യമല്ല ഇസ്ലാമിൽ. പക്ഷെ ആ നിർബന്ധ കാര്യം ഇതോടുകൂടെ എന്തായി? പറയും കുട്ടികളെ, നിർബന്ധമായി. എന്നിട്ട് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബി, പ്രഗൽഭ സ്വഹാബിയാണ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ സാധിപ്പിക്കുകയും അവന് ഇഷ്ടപ്പെട്ട ഇഷ്ടഭാജനങ്ങളിൽ അള്ളാഹു ഔഫ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഹഖ് കൊണ്ട് അള്ളാഹു നമ്മൾ ചേർത്ത് തരുകയും ചെയ്യട്ടെ. അവർ പറയാണ്, ഫലഖദ് റഅയ്തു ബഅള ഉലൈക അന്നഫരി യസ്ഖുതു സൗതുഹു ഫലാ യസ്അലു അഹദൻ യുനാബിലുഹു ഇയാഹു. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. അതായത് ഞാൻ പിന്നീട് ഒരിക്കൽ ഈ കൂട്ടത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. അവരൊന്നും ഒരാളോടും ചോദിക്കില്ല. ഒരിക്കൽ ആ കൂട്ടത്തിൽ ഒരാളെ ഞാൻ കണ്ടു. അയാൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ അയാൾ ചാട്ടവാർ താഴെ വീണുപോയി. അപ്പോൾ നിറച്ച ആളുണ്ട് താഴെ. അപ്പോൾ എന്തായില്ല, ആ ചാട്ടവാറന്ന് എടുക്കുന്ന അയാൾ പറഞ്ഞില്ല. അയാൾ പനസല, അയാൾ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി സൗത്തവും നിലത്ത് കുഞ്ഞ് ചാട്ടവാർ എടുത്തിട്ട് പിന്നെ ഓട്ടപ്പുറത്തേക്ക് കയറിപ്പോയി. എന്തുകൊണ്ട്? നബിയോട് ബൈഅത്ത്. എന്ത് ഒരു കാര്യം ഒരാളോട് നിങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. എന്റെ ഒട്ട ചാട്ടവാറൊന്നും എടുക്കുന്നവരെ പറയില്ല. എങ്ങനെയുണ്ട്? ഈ ഹദീസ് വഹാബിയത്ത് ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്നുള്ളതിന് തെളിവായിട്ടിരിക്കും. തവസ്സുലും ഇസ്തിഗാസക്കും എതിരായിട്ട് വഹാബികൾ 100 കൊല്ലം പറഞ്ഞ ഹദീസാണിത്. ഈ ഹദീസ് എന്താ സത്യത്തിൽ ആരോടും ചോദിക്കാം. പക്ഷെ ഇവിടെ ചോദിക്കാതിരിക്കുക എന്ന കമാലിയത്തിനെ ഒരു ബൈഅത്തിലൂടെ സാധിപ്പിക്കാണ് ഹബീബായ റസൂലുള്ളാഹ്. അപ്പോൾ ഇതെന്താ സത്യത്തിൽ? ഇത് ത്വരീഖത്ത. ആ ത്വരീഖത്തിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? ഇത് സത്യത്തിൽ എന്താ? ത്വരീഖത്താണ്. അതായത് ഒരാളോട് ഒന്നും ചോദിക്കരുത് എന്ന നിയമം ഇസ്ലാമിൽ ഇല്ല. ആരോടും ചോദിക്കാം. ചാട്ടവാർ താഴെ വീണാൽ പോലും ചോദിക്കൂല. പിന്നെ ഇപ്പൊ അരി വാങ്ങിത്തരും ചോദിക്കൂല. പെരേ കുട്ടികൾ പട്ടിണിയാന്ന് പറയില്ല. ഞാൻ പീടി ഒരു ചായ കൊണ്ടാന്ന് പറയില്ല. നമ്മൾ തമാശയിലെന്ന് പറയാൻ ചായക്കുറങ്ങായി അതുപോലെ അറിയില്ല. നമ്മൾ 4 ആളുണ്ടെങ്കിൽ ഒരു വർത്തമാനത്തിൽ ഇടയിൽ പറയും എന്ത് ഇപ്പം പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വന്നാലേ എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ അവിടെ കട്ടെ ചായക്കുറേ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ല മിനിഞ്ഞാന്ന് വെച്ച് പിന്നെ എന്താ പെണ്ണുങ്ങളെ പേരേക്ക് വിരുന്നോയല്ലോ, എന്നിട്ട് ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ പറയാം. മുഷാക്കാൻ്റെ കാര്യം എന്തുണ്ട് അതൊക്കെ പറയടോ. പിന്നെ ചായക്കുറേ ചിലപ്പോൾ ഉമ്രക്ക് പോയി ഉമ്രൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് മക്കത്തെ മതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. അതൊക്കെ പറയാം. അതൊക്കെ കിടക്കട്ടെ. ഒരു ചായക്കുറേ എന്തൊരു അറിയില്ല. എന്തുകൊണ്ട് ചോദിക്കൂല എന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യൽ തിജാനിക്ക് നിർബന്ധമാണ്. ഇസ്തിഗ്ഫാർ ഈ അഹദാണ്, ഈ കരാർ വഴി ചെയ്തു. ഞാൻ നേരം പോലത്തെ 100 വട്ടം അസ്തഗ്ഫിർ എന്ന് പറയും. അതിനേക്കാൾ വലിയതൊന്നുമില്ല. ഞാൻ വൈകുന്നേരമായ അസർ സ്കെച്ചാൻ 100 വട്ടം അസ്തഗ്ഫിർ എന്ന് പറയും. ഞാൻ മഗ്രിബ് സ്കെച്ചാൻ 30 വട്ടം ഹയ്യുൽ ഖയ്യൂം എന്ന ഇസ്മുൽ ആളം ചേർത്ത് പറയും. നേരത്തെ പ്രഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അളീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അത് ഇസ്മുൽ ആളമാണെന്ന് വാരിയതായിട്ടുണ്ട്. 30 വട്ടം ചൊല്ലും. അപ്പോൾ കമാലിയത്തിലെത്തിയ കമാലിയത്തിൽ അപ്പോൾ ഉദുവിലും അശീലും അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ. രാവിലെയും വൈകുന്നേരവും അവർ ചൊല്ലുമെന്ന് ഉറപ്പണ്ട. അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെല്ലാതിരിക്കാൻ പറ്റൂല. രാവിലെ വൈകുന്നേരം അവർ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പണ്ട. ബൈഅത്ത് ഒരാൾക്ക് ഉമ്മാന്റെ ആശുപത്രി കിടക്കയിൽ ഉമ്മാടെ എന്താ പറയാ ഉമ്മയുടെ ഓപ്പറേഷനാ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കാണ്. ഖിബിലക്ക് മുന്നിട്ടിരുന്ന് വൃത്തിയായി അതബോടുകൂടി ചെയ്യേണ്ടേ അമൽ അവന് മുടങ്ങിയാൽ അവന് വൈകുന്നേരം ആളോടുകൂടി ബേജാറാവും. എന്ത് എന്റെ വിരുദ്ധ ഇവിടെ പഠിച്ചോനെ കളയാവോലോ പഠിച്ചോനെ. വേറൊക്കെ ആ പ്രശ്നമല്ല, ചെല്ലാൻ വേണ്ടി ഇത് ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇതുപോലത്തെ ഉടമ്പടി ഇവിടെ മാർഗം സുന്നത്ത് ആര് നടത്തിയിട്ടുണ്ട്? പുണ്യ റസൂൽ മുസ്തഫ. എന്തിന്? ജനങ്ങൾക്കൊരു കൃത്യത വരണം. അത് കമാലിയത്താണ്. ഇത് ഇസ്തിഗാസക്ക് തെളിവായി ധരിക്കണ ഹദീസല്ല. എന്നാ ഇസ്തിഗാസ ഇതിൽ പെടുകയും ചെയ്യും. കാമിലായ ആളുകൾ മൊയ്തീൻ ശൈഖ കാക്കണമെന്ന് പറയില്ല. മനസ്സിലായില്ല? തെറ്റായതുകൊണ്ടല്ല. മൊയ്തീൻ ശൈഖ കാക്കണെന്ന് ഒട്ടകത്തിന്റെ ചാട്ടവാറ് വീണിയപ്പോൾ പറയാത്തൊരു മൊയ്തീൻ ശൈഖ കാക്കണം എന്ന് പറഞ്ഞു. അവരെ ആരെ ആശ്രയിക്കാം? അത് കമാലിയത്താണ്.
ബാപ്പാൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങൂല. സ്വന്തം അധ്വാനിച്ചിട്ട് കടലൊക്കെ കപ്പലണ്ടി വിറ്റിട്ടെങ്കിലും ഫീസ് അടക്കുന്നൊരു കുട്ടി ബാപ്പാനോട് ചോദിച്ചൂടെ? ചോദിക്കാം. ഒരു കുട്ടിക്ക് ഫീസ് അടക്കാനും മറ്റു കാര്യങ്ങളും ബാപ്പാനോട് ചോദിച്ചൂടെ? ചോദിക്കാം. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? ഒരു കരാർ ചെയ്തു. ഞാൻ ബാപ്പാനോട് ചോദിക്കൂല. എന്നാൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ അതും പുലർത്തും. എന്നാ ചോദിച്ചൂടെ ബാപ്പാനോട്? ഇതാണ് ഇവിടെ ഇസ്തിഹാസക്കെതിരായ മൊഹീദ്ദീൻ ഷേഖ് ആക്കണമെന്ന് പറഞ്ഞൂടെ? പറയാ. പക്ഷെ അവരത് പറയാ. എന്തുകൊണ്ട്? അവർക്കൊരു ആവശ്യമില്ല. അവർ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങളൊന്നും. അത് കമാലിയത്വമാണ്. കമാലിയത്താണത്. ഒരാളോട് ഒന്നും ചോദിക്കൂല. പറയാണ്, ഒട്ടകപ്പുറത്ത് ചാട്ടവാർ വീണ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്തില്ല? മനസ്സിലായില്ലേ? മഹാനായ അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫറുബ്ബമാ വഖഅല ആയതക റജുലിൻ ഫയഖുദഹു റജുലു ഫയുനാവിലുഹു ഫയഖുദഹു ഹത്താ യകൂന ഹുവ യൻസിലു ഫയഖുദഹു. ആ ചാട്ടവാർ വീണത് വേറൊരാളെ തോളിൽ തങ്ങി നിന്നാൽ പോലും ആ തോന്നുന്നത് കൊണ്ടാന്ന് അറിയില്ല. ഈ ബയ്യത്ത് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് അബൂ ഉമാമത്ത് അൽ ബാഹിലി തങ്ങൾ പറയാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ അയാളുടെ ചാട്ടവാർ വീണത് അല്ല ആയതക റജുലിൻ, ഒരാളുടെ തോളുമ്മലേക്കാണ് വീണത്. എന്നിട്ടോ അയാൾക്കത് എടുക്കാം, എന്നിട്ട് അയാൾക്കത് കൊടുക്കാം. എന്നാൽ ഈ ഒട്ടകപ്പുറത്തിരിക്കുന്ന ബയ്യത്ത് ചെയ്ത ഒരാളോട് ഒന്നും ആവശ്യപ്പെടൂല എന്ന് ബയ്യത്ത് ചെയ്ത ഈ വ്യക്തി അത് എടുക്കുകയില്ല. ഹത്താ യകൂന ഹുവ യൻസിലു ഫയഖുദഹു, താഴത്തിറങ്ങിയിട്ടെടുക്കും. എന്തുകൊണ്ട്? ഒരാളോട് ഒന്നും ആവശ്യപ്പെടൂലെന്ന് ബയ്യത്തിട്ടുണ്ട്. ഇതൊരു നിർബന്ധ കാര്യമല്ല. പക്ഷെ നിർബന്ധ കാര്യമല്ലാത്തതിനെ നിർബന്ധമാക്കി ഇപ്പം ജീവിതം മുഴുവൻ പുലർത്തും. ഇത് കമാലിയത്വമാണ്. നല്ലോണം മനസ്സിലാക്കണം. സിഫാർ നിർബന്ധമല്ല, പക്ഷെ കരാർ ചെയ്തു നിർബന്ധമാണ്. ഒരാളോടും ഒന്നും ചോദിക്കാതിരിക്കൽ നിർബന്ധമല്ല, പക്ഷെ കരാർ ചെയ്തു ഇത് നിർബന്ധമാണ്. അത് കമാലിയത്വമാണ്. പൂർണ്ണനാവും. മനസ്സിലായോ? പറയുന്ന വേണ്ടി പറയുന്നില്ല, ചിന്തിക്കണം. ഇതൊരു ഭാഗമാണ്. ഇനിയും പറയേണ്ട വിഷയത്തിൽ. അപ്പൊ അമാന്തിച്ചു നിൽക്കരുത്. നിസ്സാരമായ കാര്യങ്ങൾ, വാക്കുതർക്കങ്ങൾ ഇതൊക്കെ സ്വാഭാവികമായ സമൂഹത്തിൽ ഉണ്ടാവും. അതിൻ്റെ പേര് പറഞ്ഞ് ഹക്കായ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കരുത്. ഞാൻ നേരം വെളുത്ത സുബൻസ്കെച്ചാൽ 100 ഇസ്തിഗ്ഫാർ പറയും. അസൗകര്യമാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച് തഖദീം ചെയ്യും. ചിലപ്പോൾ തഹജ്ജുദ് നേരത്തെ. എന്തുകൊണ്ട്? അതൊരു അഫ്ളലായ സമയമാണ്. അപ്പൊ വിർദ് സബാഹയെ എന്ത് ചെയ്യും? ചിലപ്പോൾ തഹജ്ജുദിലേക്ക് മുന്തിച്ചൊല്ലും. സുബൈ നിസ്കരിച്ചാലോ ഉടനെ ചൊല്ലും, അല്ലെങ്കിൽ നേരത്തെ ചൊല്ലിയിരിക്കും. സുബൈ നിസ്കരിച്ചിട്ട് യാത്ര പോകണമെങ്കിൽ സുബൈൻ്റെ മുമ്പ് ചൊല്ലും. എന്താ വിർദ് സബാഹി? 100 ഇസ്തിഗ്ഫാർ, 100 സ്വലാത്ത്, 100 തഹ്ലീൽ കഴിഞ്ഞു. അതിലേക്കുള്ള ഫത്ഹ് എന്ന നിലക്ക് ഒരു ഫാത്തിഹ ഓതും. പിന്നെ 100 ഇസ്തിഗ്ഫാർ, 100 സ്വലാത്ത്, 100 തഹ്ലീൽ. അതന്നെ വിർദുൽ മസായി. അസർ നിസ്കരിച്ചാൽ അപ്രകാരം ചെയ്യും. എന്തുകൊണ്ട്? അതാണ് ഷെയ്ഖിനോട് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെറ്റിയാലോ ഖളാ കൂട്ടേണ്ടി വരും. കസ്വലാത്ത്, നിസ്കാരം പോലെയാണ്. നിസ്കാരം നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? കരാറിൽ നിർബന്ധാക്കി. എന്തുകൊണ്ട് ഒരാളെ തോളിലേക്ക് വീണ ആ ചാട്ടവാറ തോളിൽ നിന്നൊന്ന് പൊക്കിത്തരുമെന്ന് പറയാത്ത എന്താ? ഒരാളോട് ഒന്നും ആവശ്യപ്പെടരുത് എന്ന് കരാർ ചെയ്തിട്ടുണ്ട്. നീ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ കരാർ ചെയ്യാമോ? ചെയ്യാം. ആരെ ജയിപ്പിച്ചത്? പുണ്യ റസൂൽ മുസ്തഫ. റജുലിന്റെ കമാലിയത്ത്. അവൻ പര്യാപ്തനാണ് സൃഷ്ടിയിൽ. അപര്യാപ്തനാവുന്നത് ആരുടെ മുന്നിൽ മാത്രം? അല്ലാഹ്. സൃഷ്ടികളുടെ മുന്നിൽ ഗനിയാണ്, ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഫക്കീറാണ്. ഇതാണ് കമാലിയത്ത്. ആരുടെ മുന്നിൽ ഫക്കീറാവുക? അള്ളാഹുവിന്റെ ഫക്കീറാകുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഈ അവസ്ഥയിൽ അവൻ പൊങ്ങിപ്പോവും. അവന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിന്റെ കാര്യമൊക്കെ ഓൻ നടത്തും, ഓന്റെ കാര്യമൊക്കെ അവരും നടത്തും. നോക്കണം, പറയേണ്ടി വരില്ല. ചിലപ്പോൾ ആ അവസ്ഥയിലേക്കും ചിലപ്പോൾ പൊങ്ങും. മോന് പണി അള്ളാഹിൻ്റെതായിരിക്കും, അള്ളാഹ് പണി അവൻ്റെതായിരിക്കും. അങ്ങനെ വരും. ഓൻ ഇവിടെ ആരെ പണിയേ നടത്തണുള്ളൂ? അള്ളാഹ്. പിന്നെ ഓൻ്റെ കാര്യങ്ങൾ, എൻ്റെ മകളെ കെട്ടിക്കാനായിട്ടുണ്ട് പഠിച്ചോനെ പറയേണ്ടി വരില്ല. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ കല്യാണം ഉറപ്പിച്ചു.
ഞാൻ കുടുങ്ങിയോലെ പഠിച്ചോണെന്ന് പറയേണ്ടി വരില്ല, കുടുങ്ങൂല. അത് അതിന് അയലാറുത്തുവേണ്, ചോദിക്കേണ്ടി വരില്ല, ഇവിടേക്ക് എത്തിക്കും. കാരണം അവൻ ആരുടെ ഹിദ്മത്തിലാണ്? അല്ലാ. വേറൊരു ലക്ഷ്യമില്ല, ജാഹില്ല, നേട്ടല്ല, ഒന്നുമില്ല. അത് കിട്ടണം, എന്നാലിനെ സ്ഥാനം കരസ്ഥമാക്കണമെന്ന് അവനില്ല. ലാ യുരീദുന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മേലെയാകണമെന്ന് അവന് കൊതിയില്ല. ഒന്നുമില്ല. നമ്മൾ എത്ര നേരം മേലെയാകണം നോക്കിയിട്ടുണ്ടാവും. പള്ളിയിൽ നടക്കണം ഒരു കാര്യത്തിൻ്റെ ഡേറ്റ് അറിയില്ലെങ്കിൽ ജനറൽ ബോർഡിൻ്റെ ഡേറ്റ് നമ്മൾ അറിയും. കാരണം കമ്മിറ്റിക്കാരനാകുക എന്നുള്ളൊരു മികവാണ്. വന്നോ നേരത്തെ തന്നെ പോകും. അവർ ജാഹിനോൻ ആഗ്രഹിച്ചു. ജാഹിനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ തിന്മയില്ല. ഒരു സ്ഥാനത്തെ ആഗ്രഹിക്കുക തിന്മയാണ്, നന്മയല്ല. ആഗ്രഹിക്കണമെങ്കിൽ ഒരു യഖീൻ അവന് വേണം. ഈ നാട് മഹല്ല് എനിക്കല്ലാത്തൊരാൾക്ക് നന്നാക്കാൻ കഴിയില്ല എന്നവന് ബോധ്യപ്പെട്ടാൽ അവിടെ അൽഹംദുലില്ലാ ഓക്കെ. ഒരാൾക്ക് ബോധ്യമാണ് ഈ മഹല്ല് എനിക്കല്ല നന്നാക്കാൻ കഴിയില്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം, പിന്നെ ജനറൽ ബോഡിക്ക് ഇന്ന പേര്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ന പേര് പറയാം. അത് മറ്റെന്തിനാന്ന് മറ്റൊന്നും ചോദിക്കൂല. മറ്റൊന്നും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം മഹല്ല് നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഹല്ല് നന്നായി ഏകദേശം കോലത്തിലായ അന്ന് തന്നെ ആ സ്ഥാനം വേറെ കുറ്റെടുത്തിട്ട് പോകാൻ അവൻ്റെ പണിക്ക് പോവുകയും ചെയ്യും. അങ്ങനെയും വരും. അതിനൊന്ന് യഖീന് വേണം. അവൻ പറഞ്ഞോടത്ത് ജനങ്ങൾ നിൽക്കണം. ജനങ്ങളെ അടക്കി നിർത്താനുള്ള കഴിവ് അവന് വേണം. ഇമ്മാ ബിൽ സഖാഇ വ ഇമ്മാ ബിൽ ഖഹ്രി, രണ്ടുള്ള ആളാണ് മഹ്ദി ഇമാം. അടങ്ങും എല്ലാവരും. മഹ്ദി ഇമാം ഒന്നും ആരും കളിക്കൂല. എന്തുകൊണ്ട്? അടക്കി നിർത്താനുള്ള കഴിവുണ്ട്. ലോക ജനതയെ മുഴുവനും അടക്കി നിർത്താൻ കഴിവുള്ള ആളാണ് ആര്? മഹ്ദി. കണ്ണ് നോക്കിയാൽ തന്നെ അടങ്ങിപ്പോകും ജനങ്ങൾ. ഒരു വാക്ക് അവരെ മേൽ പറയില്ല. അതാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മനസ്സിലാവേണ്ട പറഞ്ഞത്, ചിന്തിക്കുക. അപ്പൊ നമ്മൾക്ക് അതിന് കഴിവില്ല. നമുക്ക് സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അപ്പോൾ ആ സ്ഥാനത്തെ അവൻ ആഗ്രഹിക്കരുത്. സ്ഥാനത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കളിയാണ്, ദുനിയാവിൻ്റെ വറളാണ്. അപ്പോൾ അവൻ്റെ കമാലിയത്തെ നഷ്ടപ്പെട്ടു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇത് തന്നെ ചിന്തിക്കുക. തിജാനി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിലേക്കുള്ള മാർഗമാണത്. ഒരു ഖുറാഫത്ത് ഇല്ലാത്ത ജനങ്ങൾ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും സംസാരിക്കരുത്. അപ്പോൾ ഈ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു ചർച്ച നടന്നു, തിജാനികൾ സ്വലാത്തുൽ ഫാത്തിഹ അല്ലാതെ ഒന്നും ചൊല്ലാറില്ല. എത്ര വലിയ തെറ്റാണത്. എല്ലാ സ്വലാത്തും ചൊല്ലും, ഔറാദുകളിലും ഏത് സ്വലാത്തും ചെല്ലാം. വളീഫയിൽ എന്തേ ഉള്ളൂ, 2 സ്വലാത്തുണ്ട്. ഒന്നാം സ്വലാത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ, രണ്ടാം സ്വലാത്ത് ജൗഹറത്തുൽ കമാൽ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? തീർത്തിൽ ഏത് സ്വലാത്തുമില്ല. വളീഫയിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? സ്വലാത്തുൽ ഫാത്തിഹിന് അതിൻ്റെതായ ഒരു മാത്രം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി ശൈഖുൽ മശായിഖ് അവരോട് കൽപ്പിച്ചതുകൊണ്ട്. അല്ലാതെ തിജാനികൾ മറ്റൊരു സ്വലാത്ത് ചെല്ലരുത് എന്ന് പറഞ്ഞ് പരത്തരുത്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ പിടികൂടപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുക. തിജാനികൾ, ഞാൻ മുന്നിലേക്ക് മജ്ലിസുണ്ട്. ഇവിടെ ഈ മജ്ലിസിൽ സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്തുൽ നാരിയത്തുണ്ട്, സ്വലാത്തുൽ താജ് ഉണ്ട്. ഇല്ലാതെ മജ്ലിസ് നടക്കൂല. എന്തുവാണ്? അപ്പൊ ഇല്ലാത്തത് കെട്ടി പറഞ്ഞുണ്ടാക്കിയിട്ട് അള്ളാഹുവിനേക്കുള്ള ഒരു മാർഗത്തെ ജനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തരുത്. ജനങ്ങളെ തടയരുത്. ഓരോരുത്തരും ചിന്തിക്കണം. ഇല്ലാത്തത് പറയരുത്. നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യം നിങ്ങൾ പറയരുത്. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ, അതറിയുന്ന ആൾ അതിനെ വിമർശിക്കുന്ന ആളല്ല, അതെന്റെ ഹക്കായ ആളെടുത്ത് പോയി നിങ്ങൾ പഠിക്കണം. പഠിക്കാതെ പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. എന്തുകൊണ്ട്? ഇത് അഖ്റബു തുറുഖ് ഇലല്ലാഹ്, ഇത് അള്ളാഹുവിലേക്കുള്ള ഏറ്റവും അടുത്ത വഴിയാണ്. ഇത് ലോകാവസാനത്തിന്റെ അത്ഭുതമാണ്. ആഖിർ സമാനിന്റെ അത്ഭുതമാണ് തിജാനിയത്ത്. ആഖിർ സമാന്റെ അത്ഭുതമാണ് തിജാനിയത്ത്. ഹിജ്റ 1150 ജനിച്ച് ഹിജ്റ 1230 80-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഒരു റവഖത്ത് നിസ്കാരം കളയില്ല, ഒരു ശരീഅത്ത് നിയമം പാലിക്കാത്തത് ഇല്ല. അവസാനം സുബഹി നിസ്കരിച്ച് വഫാത്തായി. അതായത് നിസ്കാരം വരെ മറന്ന് അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. ആ അവസ്ഥയെ പറ്റി ഞാൻ പറയല്ല. ശരീഅത്ത് വിട്ട് കളിക്കുന്ന ഒരു കളി തിജാനിയത്തിലില്ല. ത്വരീഖത്തുകാരനായാലും അവനിപ്പോൾ നിസ്കാരമില്ല, ഇല്ല. തിജാനിയത്തിൽ അങ്ങനത്തെ ഒരു കളി നടക്കൂല. തിജാനിയത്തിൽ അങ്ങനെ ഒരു കളി നടക്കൂല. ശരീഅത്തില്ലാത്ത ഒരു കളി തിജാനിയത്തിൽ നടക്കൂല.
റമദാൻ മാസത്തിൽ നോമ്പില്ല, അപ്പൊ എന്തുകൊണ്ട് അവന് ത്വരീഖത്ത് കൂടിയിരിക്കുന്നത്? വേറെ പലതും നടക്കും, തിജാനിയത്തിൽ നടക്കില്ല. എങ്ങനെ നോമ്പ് വിൽക്കേണ്ടത്? ആ നാട്ടിലെ ഖാദി ഏത് മാസമാണ് ഉറപ്പിച്ചത് അതനുസരിച്ച് തിജാനി നോമ്പ് വിൽക്കണം. ആ നാട്ടിലെ ജനങ്ങൾ ഏതൊരു മസ്ലക്കിലാണ് പോണം അങ്ങനെ പോണം. ആ നാട്ടിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്, ഒരു ഫസാദ് ഉണ്ടാക്കരുത്, ഒരു ഫിത്ന ഉണ്ടാക്കരുത്, ഒരു സംഘടനക്കെതിരെ പ്രവർത്തിക്കരുത്. അത് നന്മ നടക്കുന്ന കാലത്തോളം അതൊക്കെ നന്മയിൽ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ വളരെ വലുതാണ്. ആ നന്മയെ മറ്റൊരാൾക്ക് ഒറ്റക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം, ബഹുമാനപ്പെട്ട സംഘടനകൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരളമേത്തുലുമ, അതൊക്കെ അവിടെ ചെയ്തുകൊണ്ട സേവനങ്ങൾ നമ്മൾ നാലാൾ കൂടി ചെയ്യാൻ കഴിയില്ല. അതിന് അസ്ലും വളരെ അസ്ലുവാണ്. ബഹുമാനപ്പെട്ട മരക്കൽ ബാലിമില്ലൊക്കെ തങ്ങൾ പാങ്ങിലാമിൽ അവരൊക്കെ ശരീഅത്തിന്റെ മുതദയ്യിനീങ്ങളായ മഹാന്മാരാണ്. അവരൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയ ഒരു കാര്യത്തിന് പകരം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു നാട്ടിലൊരു സമസ്തയിലോ മറ്റൊരു മഹല്ലോ കാര്യം നടക്കുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല. അത് തന്നെ നടന്നു. എന്തുകൊണ്ട്? അത് തിജാനിക്ക് നിർബന്ധമാണ്. മഹലിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല. മഹലിൽ കമ്മിറ്റി നിർത്തിയ ഇമാമിനെ പിന്തുടരണം. ചില തൊരീക്കത്തേരുണ്ട്, അവരെ ആളെ കൊണ്ട് ഞാൻ തസ്കീർക്കുള്ളൂ എന്നോട് പറയാറുണ്ട്. അത് തിജാനിയത്തിലില്ല. ആ നാട്ടിലെ കമ്മിറ്റി നിർത്തിയ ഖാദി, ആ ഖാദിക്ക് കീഴിൽ നിസ്കരിക്കണം. ആ നാട്ടിലെ നോമ്പൊന്ന് വിളിക്കണം. അവൻ്റെ ഷെയ്ഖുൽ മശായിഖിന് വ്യാഴാഴ്ച നോമ്പ് തുടങ്ങിയിരിക്കണമെന്ന് വിചാരിച്ച് ഇവന് കണക്കാക്കണ്ട. ഇവന് ആ മഹലിലെ ഖാദി ഉറപ്പിച്ചതാണ് അവൻ്റെ നോമ്പ്. ആ നാട്ടിലെ മദ്രസയിലും സിലബസ് അനുസരിച്ചും കുട്ടികളെ പഠിപ്പിക്കണം. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅ ആയിരിക്കണം എന്ന നിർബന്ധമുള്ളൂ. മനസ്സിലാക്കൊണ്ട് പറഞ്ഞു. വളരെ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. അതിൻ്റെ റൂട്ട് അനുസരിച്ചുകൊണ്ട് ഒരു കുത്തിത്തിരിപ്പോ പ്രയാസമോ ഉണ്ടാക്കരുത്. മഹല്ലുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ പരമാവധി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രമിക്കണം. ഇതൊക്കെ തിജാനിയത്തിന്റെ അസ്ലുകളാണ്. ഒരിക്കലും വിത്തന ഉണ്ടാക്കരുത്. ഇതൊക്കെ അസ്ലുകളാണ്. അതിന് ഹക്കായ മാർഗമാണ്, അള്ളാഹുവിലേക്കുള്ള ഹക്കായ മാർഗമാണ് തിജാനിയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കാര്യങ്ങൾ ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. ഇനിയും പ്രഭാഷണങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ശനിയാഴ്ച പ്രഭാഷണം നടക്കും. ഇൻഷാ അള്ളാഹ് ആവശ്യക്കാർക്ക് അള്ളാഹുവിലേക്കുള്ള ഈ മാർഗം, ദീനിനെ വിറ്റ് ദുനിയാവിനെ നേടുന്ന ഇന്നത്തെ ആധുനിക പാപ്പരത്വത്തിന്റെ പിന്നാലെ ഓടാതെ അള്ളാഹുലേക്കുള്ള ഈ മസ്ലക്കിനെ മനസ്സിലാക്കി ഹക്കായ മഷ്റബുകളിൽ നിന്ന് അത് സ്വീകരിച്ച ആളുകളിൽ നിന്ന് സ്വീകരിക്കുകയോ ആ മഷ്റബിന്റെ അസിലിൽ പോയി സ്വീകരിക്കുകയോ ചെയ്ത് ഹക്കായ തിജാനിയായി മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും റാഹത്തിലും ഖൈറിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ.